എൻ്റെ അടുത്ത് ഇവിടെ ഞാൻ രാവിലെ 10 മണി മുതൽ ഇവിടെ ഇരിക്കാറുണ്ട്. വെള്ളിയാഴ്ച അവധിയാണ്, ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ രാവിലെ 10 മണി മുതലുണ്ടാകും. ഈ സമയങ്ങളിൽ അധികവും എൻ്റെ അടുത്ത് വരുന്ന 3 പരാതികളാണ് ഞാൻ കേൾക്കാറ്. അതിൽ ഒന്നാമത്തത്, കൂടുതലായിട്ടാണ് ഞാൻ പറയുന്നത്, കൂടുതലായിട്ട് എൻ്റെ അടുത്ത് വരുന്ന പരാതികളാണ്. അതിൽ ഒന്നാമത്തത്, തങ്ങളെ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, ഒരുപാട് തങ്ങന്മാരെ കണ്ടിട്ടുണ്ട്, ഒരുപാട് ദിക്റുകളും മജ്ലിസുകളിലും പങ്കെടുത്തിട്ടുണ്ട്, ഒരുപാട് സിയാറത്ത് യാത്രകളിൽ ഏർവാടിയിലേക്കും അജ്മീറിലേക്കും മുത്തുംപേട്ടയിലേക്കും പോയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നില്ല. ഇങ്ങനെ പറഞ്ഞു വരുന്ന ഒരുപാട് ആളുകളൊക്കെ എൻ്റെ മുമ്പിൽ വരും. ഞാൻ ഇതിനെന്ത് മറുപടി പറയും എന്നിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ കിതാബ് ഇങ്ങനെ മറിച്ചു നോക്കുമ്പോഴാണ് എനിക്കൊരു ഹദീസ് ഇങ്ങനെ കണ്ടത്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്ന് ഈ പരാതി പറയുകയാണ്, നബിയേ, ഞാൻ ഒരുപാട് കാലമായി ഇങ്ങനെ ദുആ ചെയ്ത് നടക്കുന്നു, പക്ഷേ ദുആക്ക് ഇജാബത്ത് കിട്ടുന്നില്ല നബിയേ, ഞാൻ എന്ത് ചെയ്യണം? അവിടുന്ന് മറുപടി പറഞ്ഞു, ഇജ്തനിബിൽ ഹറാം, മോനെ, നിന്റെ വയറ്റിൽ ഹറാമിന്റെ വല്ല ഭക്ഷണവും പെട്ടിട്ടുണ്ടോ എന്നൊന്ന് നീ പരിശോധിക്കണം. ആരെങ്കിലും ഭക്ഷണം കൊണ്ടുവന്ന് തിന്നുമ്പോ തരുമ്പോ അത് ഹറാമിന്റെ ഭക്ഷണമാണോ എന്ന് നീ ചിന്തിക്കണം. ഈ ഹദീസിനെ മുൻനിർത്തി നമ്മൾ ഓരോരുത്തരും ഒന്ന് സ്വയം ചിന്തിച്ചാൽ നമ്മുടെ വയറ്റിൽ എന്തൊക്കെ ഉണ്ടാവും? അല്ലാഹു കാക്കട്ടെ.